ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിസ്കഷൻസ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മൾ അതിൻ്റെ ആരംഭത്തിലെത്തിയിട്ടുള്ളൂ. ഡിഫറൻഷിയേഷൻ്റെ മാത്തമാറ്റിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നത്. അറൗണ്ട് 5 ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരുന്നു. നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, അല്ലേ? ഓക്കെ, ഞാൻ ഏതായാലും വളരെ ഫാസ്റ്റായിട്ട് ആ ക്വസ്റ്റ്യനിലൂടെ പാസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് മനസ്സിലായതിന് ശേഷം വേണം നമുക്ക് ഫിസിക്സിലേക്ക് നീങ്ങാൻ. ഓക്കെ, ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യരുത്. പകരം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പാടുള്ളൂ, കേട്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6x³ - 5x² + 2. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? d/dx ഓഫ് അല്ല, നേരെ ഈക്വൽ ടു എന്നിട്ട് എഴുതരുത്, കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ d/dx 6x³ കൊടുക്കണം, -d/dx ഓഫ് 5x² + d/dx ഓഫ് 2 ആണ്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഇനി ഇവിടെ 6x³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6നെ പുറത്ത് നിർത്തി പിന്നെ x³ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 3 × x². എന്താ കാരണം? d/dx ഓഫ് x⁻n. നമ്മളെ ജനറൽ ഇക്വേഷൻ ഇതാണ്. x⁻n ഫോമിൽ വന്ന n × x⁻n-1 ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി മൈനസ് ഇവിടെ 5x². അപ്പോൾ 5നെ ഡിഫറൻഷ്യലിൻ്റെ പുറത്തെടുക്കുക. പറഞ്ഞാൽ 5നെ 5 × d/dx ഓഫ് x² എന്നാണ് ഉദ്ദേശിച്ചത്. 5ന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. 5 ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷ്യൽ 0 ആണ്. പക്ഷേ x² കൂടെ അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെ 5 വരുമ്പോൾ അല്ലെങ്കിൽ നമ്പർ വരുന്ന സമയത്ത് അതിന് നമ്മൾ d/dxൻ്റെ പുറത്ത് നിർത്തി മറ്റേ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ x² ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എത്ര കിട്ടുക? 2 × x⁻2 - 1. എത്ര? 1 തന്നെ. പ്ലസ് 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 18x² - 10x എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കൂ 7th ക്വസ്റ്റ്യൻ. 8x - 2x⁻7. അപ്പോൾ d/dx ഓഫ് 8x - 2x⁻7 ദാറ്റ് ഈസ് ഈക്വൽ ടു 8നെ പുറത്തെടുത്തി എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര കിട്ടുക? 1. അതെങ്ങനെ 1 കിട്ടിയത്? d/dx ഓഫ് എക്സ്. dxും dxും ക്യാൻസൽ ചെയ്ത് 1 ആയതാണോ? അല്ല. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x⁻1. അപ്പോൾ x⁻n ഫോമുലായി. അപ്പോൾ n എത്ര? 1 × x⁻n-1 1 - 1 ഈക്വൽ ടു എത്ര കിട്ടുക? x⁻0. എനിത്തിങ് റേസ് ടു 0 ഈസ് 1. -2 × x⁻7 എത്ര? 7x⁻7 - 1 6. ദാറ്റ് ഈസ് 8 - 14x⁻6 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. 7x⁵5 + 10. d/dx ഓഫ് 7x⁵5 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 7നെ പുറത്ത് നിർത്തി ദെൻ എന്ത് ചെയ്യണം? x⁵5നെ 5 × x⁵5 - 1 അപ്പോൾ എത്ര? 4 പ്ലസ് d/dx ഓഫ് 10 എത്ര? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 35x⁴. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5√x + 2x. അപ്പോൾ d/dx ഓഫ് 5√x അല്ലേ? ഇതല്ലേ വേണ്ടത്? അതിന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, √x എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മൾ x⁻n ഫോമിലേക്ക് എഴുതുമ്പോൾ x⁻½ ആണ്. 1/√x ആരാണ്? 1/x⁻½ എന്ന് വെച്ചാൽ എത്ര വരിക? x⁻−1/2. ഇതറിയില്ലേ? നമുക്ക് 1/√x പറഞ്ഞാൽ 1/x⁻½ എന്ന് വെച്ചാൽ എത്ര? x⁻−½ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വരിക നമുക്ക്? ഇവിടെ d/dx ഓഫ് 5x⁻½ പ്ലസ് d/dx ഓഫ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 5നെ പുറത്ത് നിർത്തി പിന്നെ d/dx ഓഫ് x⁻½ എത്ര? 1/2 × x⁻½ - 1 പ്ലസ് 2നെ പുറത്ത് നിർത്തി dx/dx എത്ര? 1. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 5/2 ഇത്. ഓക്കെ,
then into x raised to half minus 1 എത്ര minus half plus 2 that is equal to 5 divided by നോക്കൂ x raised to minus half എന്താ x raised to minus half എന്ന് പറഞ്ഞാൽ 1 by root x ആണ്. അപ്പോൾ ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ 2 root x plus 2. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, d by dx of 3 by root x minus 5x square that is equal to, നമുക്ക് ഇവിടെ 3നെ പുറത്തെടുത്താം, 3നെ പുറത്തെടുത്തി, പിന്നെ d by dx of 1 by root x അല്ലത് എന്ന് വെച്ചാൽ എത്ര വരിക x raised to minus half minus 5 into d by dx of x square. മനസ്സിലായല്ലോ, 1 by root x x raised to minus half ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ 3 ഇൻറ്റു, അപ്പോൾ ഇവിടെ n എത്ര മൈനസ് ഹാഫ്, അപ്പോൾ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 മൈനസ് 5 ഇൻറ്റു 2x that is equal to, നോക്കൂ ഇവിടെ മൈനസ് 3/2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3/2 അല്ലേ, മൈനസ് ഹാഫ് മൈനസ് 1 എത്ര മൈനസ് 3/2 മൈനസ് 10x. ക്ലിയർ? യെസ്. അപ്പോൾ നോക്കൂ, ഇതിനെ നമുക്ക് ഒന്നുകിൽ ഈ രൂപത്തിൽ തന്നെ എഴുതിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം, അതിനൊരു കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ ആണ്. പിന്നെ അല്ലെങ്കിൽ ഇതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെ എഴുതാം, മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 നിർബന്ധമില്ല കേട്ടോ അങ്ങനെ എഴുതൽ, അവിടെ വെച്ച് നിർത്തി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, എക്സ് റേസ് ടു 3/2 മൈനസ് 10x. ഇതൊക്കെ ഓക്കെയാണ്. മനസ്സിലായോ? റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിതിൽ നമ്മൾ ഇത്തരം ഡിഫറൻഷ്യൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് തരുന്നത്, അത് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, ഗിവൺ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ as a function of time as x is equal to 3t square plus 2t plus 4 meter. Find number 1 initial position എന്ന് പറഞ്ഞാൽ എന്താ, പൊസിഷൻ at t is equal to 0. Number 2 position at t is equal to 2 seconds. Number 3 displacement in 2 seconds. Number 4 velocity at 2 seconds. വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് കേട്ടോ, വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്യാം. ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫിസിക്സിലേക്ക് കയറി കേട്ടോ. ഇതുവരെ നമ്മളതിൻ്റെ ജനറൽ മാത്തമാറ്റിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ, ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? പൊസിഷൻ്റെ ഇക്വേഷനാണ് അല്ലേ, പൊസിഷൻ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറ്റ് t = 0 അല്ലേ, എന്ന് വെച്ചാൽ എക്സ് അറ്റ് t = 0. നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യണേ, നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് എൻ്റെ സൊല്യൂഷൻ കാണാവൂ. അപ്പോൾ പൊസിഷനാണ് തന്നിരിക്കുന്നത്, അതിൽ ഞാൻ ടീക്ക് 0 കൊടുക്കുക. ടീക്ക് 0 കൊടുത്താൽ ഈ ടേം എന്തായി 0, ഇത് 0, പിന്നെ ആര് മാത്രം ബാക്കിയുള്ളത്? അപ്പോൾ 0 + 0 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നൗ സെക്കൻഡ്, പൊസിഷൻ അറ്റ് t = 2 സെക്കൻഡ്. അപ്പോൾ പൊസിഷൻ അറ്റ് t = 2, പൊസിഷൻ്റെ ഇക്വേഷനിൽ ടീക്ക് 2 കൊടുക്കുക. അപ്പോൾ 3 × 2² + 2 × 2 + 4. മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു
നോക്കൂ ഇവിടെ എത്രയായി 12 പ്ലസ് 4 പ്ലസ് 4 ആണല്ലോ. ഓക്കെ, അപ്പോൾ എത്രയായി 20 മീറ്റർ എന്ന ആൻസർ കിട്ടും. നമ്പർ 3, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 2 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ എന്താ, ഫൈനൽ പൊസിഷൻ 2 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ അറ്റ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ടി ഇസ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റാണ് ചോദിച്ചത്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലെ പൊസിഷനിൽ നിന്ന് ഒന്നാമത്തെ സെക്കൻഡ് പൊസിഷൻ മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൊസിഷൻ അറ്റ് ടി ഇസ് ഈക്വൽ 2 ആണ് മുകളിൽ കണ്ടത്. അപ്പോൾ 20 മൈനസ് ടി ഇസ് ഈക്വൽ ടു 0ൽ 4. അപ്പോൾ എത്രയും 16 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഡിഫറൻഷിയേഷൻ പഠിച്ചു എന്ന് കരുതിയിട്ട് കാണുന്നതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അടുത്ത് മാത്രമാണ്. വെലോസിറ്റി അറ്റ് ടി ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ ഇക്വേഷൻ എന്താ, v is equal to dx by dt. ഇവിടെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ d by dt ഓഫ് എക്സ്, ഇതാ എക്സിൻ്റെ ഇക്വേഷനാണ് ക്വസ്റ്റനിൽ തന്നത്, അവിടെ കൊടുക്കുക. 3t² പ്ലസ് 2t പ്ലസ് 4. ഞാൻ ബാക്കി ഇവിടെ ചെയ്യുന്നുണ്ട്. ഓർ v is equal to ഹിയർ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ഇവിടെയും ടി ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 3 ഇൻറ്റു ഒരു സ്റ്റെപ്പ് കൂടി എഴുതുകയാണ്. d by dt ഓഫ് t² പ്ലസ് 2നെ പുറത്താക്കി dt by dt പ്ലസ് d by dt ഓഫ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2t പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 0 ആണല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു v is equal to 6t plus 2. നൗ വെലോസിറ്റി അറ്റ് ടി ഇസ് ഈക്വൽ ടു 2 അല്ലേ ചോദിച്ചത്. അപ്പോൾ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ഇക്വേഷനിൽ ഇനി നമ്മൾ ടിക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ 12 പ്ലസ് 2 എത്രയാണ്, 14 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ ഫൈനൽ ആൻസർ. 14 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഇനി തന്നാൽ ചെയ്യൂലേ? ഓക്കെ, യെസ്. നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നേരത്തെ ആദ്യം ഇത് ചെയ്യാൻ പോകില്ല. ആദ്യം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം വേണം നിങ്ങൾ പോകാൻ. എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ഒരു വ്യത്യാസം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇതാണ് നിങ്ങൾ അടുത്ത് വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഓക്കെ, ഇന്നത്തെ ഈ സെഷൻ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇത് ചെയ്ത് ആൻസർ കിട്ടേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിന് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മീൻസ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, പക്ഷേ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് പിന്നെ മുമ്പ് നിങ്ങൾ ചെയ്ത പോലെ ഇന്ന് നൈറ്റിൽ 8 മണിക്കും 8 PM-ൻ്റെയും 9 PM-ൻ്റെയും ഇടയിൽ ഇത് സോൾവ് ചെയ്തിട്ട് ഇതിന് നിങ്ങൾക്ക് ആൻസർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന ആൻസർ കൊടുക്കാം കേട്ടോ. യെസ് എന്ന് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തത് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കേണ്ടതില്ല, പകരം നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഒരു നിലക്കൊത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നോ എന്ന് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം. പക്ഷെ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ വാട്സപ്പ് ചെയ്യുന്ന ഒറ്റൊന്നില്ല, അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതിൽ തന്നെ നിങ്ങളുടെ പേര്, നെയിം കൊടുക്കണം. നെയിം, അതുപോലെ പിന്നെ നിങ്ങളുടെ ബാച്ചൊന്നും നെയിമൊന്നും എഴുതണ്ട കേട്ടോ, പേരെഴുതുക, ബാച്ച് എഴുതുക. ദെൻ താഴെ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ. യെസ് എപ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, യു ആർ കോൺഫിഡൻറ്റ് ഇറ്റ്. എന്നിട്ടും തെറ്റിയച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഡോണ്ട് വറി. യെസ് കൊടുക്കാം. നോ കൊടുക്കേണ്ട എപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, തീരെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് ടൈപ്പ് ചെയ്യാം. എപ്പോഴാണ്? ബിറ്റ്വീൻ 8 PM and 9 PM ടുഡേ. ഓക്കെ, താങ്ക് യു.